നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് 2 മാസം തികയുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് പശ്ചിമേഷ്യയിൽ ആദ്യം സംഘർഷം ആരംഭിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുകയായിരുന്നു. കനത്ത നാശനഷ്ടമാണ് ഇതുവരെയുള്ള ആക്രമണത്തിൽ ഇറാന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യം, വ്യോമസേന, അതുപോലെ തന്നെ മറ്റ് മിസൈൽ ആക്രമണങ്ങൾ, ഇതെല്ലാം ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തച്ചു തകർത്തു. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി കൊല്ലപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് കനത്ത ആക്രമണമാണ് അമേരിക്കയും ഇസ്രായേലും അഴിച്ചുവിട്ടത്. ഈ ആക്രമണത്തിൽ ഇറാൻ്റെ നേതൃനിരയിലെ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം അമേരിക്ക വകവരുത്തി. ഇറാൻ സൈന്യത്തിൻ്റെ ബുദ്ധികേന്ദ്രമായിരുന്ന അലി ലാറിജാനി ഉൾപ്പെടെയുള്ള നിരവധി ബുദ്ധികേന്ദ്രങ്ങളെ ഈ അമേരിക്കയുടെ ഈ ആക്രമണം തകർത്തെറിഞ്ഞു. മാത്രമല്ല, അയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായി ഇറാൻ പ്രഖ്യാപിച്ച മുജ്തബ ഖമേനിക്കും പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റേതായി ചില പ്രസ്താവനകൾ പുറത്തു വരുന്നു എന്നതല്ലാതെ മുജ്തബ ഖമേനി ഇതുവരെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മുജ്തബ ഖമേനി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹത്തിന് അതീവ ഗുരുതരമായി പരിക്കേറ്റുവെന്നും ഇറാനിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സയിലാണ് എന്നുമാണ് ലഭിക്കുന്ന സൂചന. അതേസമയം മുജ്തബ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് അമേരിക്കയും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കനത്ത ആക്രമണമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നത്. ആ ആക്രമണത്തിൽ വലിയ പരിക്ക് ഇറാന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറാൻ വെറുതെ ഇരുന്നില്ല. അമേരിക്കയുടെ ഈ ആക്രമണത്തെ ചെറുക്കാനും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനുമായി ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേലിന് നേരെ ക്ലസ്റ്റർ ബോംബുകളടക്കം പ്രയോഗിക്കുകയും ഗൾഫ് രാജ്യങ്ങളായ ഖത്തർ, അതുപോലെ തന്നെ UAE, സൗദി അറേബ്യ, കുവൈറ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കാണ് ആദ്യം ആക്രമണം നടത്തിയതെങ്കിലും പിന്നീട് ഗൾഫ് മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലടക്കം ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിൽ കടലിൽ നിന്ന് അല്ലെങ്കിൽ കടൽ വെള്ളം ശേഖരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റുകൾ, ആ പ്ലാന്റുകളടക്കം ഇറാൻ ലക്ഷ്യം വെച്ചു. ഇങ്ങനെ കനത്ത നാശനഷ്ടം ഇറാൻ ഗൾഫിലും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉടലെടുത്തത് എണ്ണയുടെ ഈ വ്യാപാരമാണ്. അന്താരാഷ്ട്ര വിപണിയിലേക്ക് എണ്ണ എത്തുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ക്രൂഡ് ഓയിലിൻ്റെയും LPGയുടെയും വിതരണ ശൃംഖല താറുമാറായി. അതിനുശേഷം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞതോടുകൂടി നിരവധി രാജ്യങ്ങളിലേക്ക് ക്രൂഡ് ഓയിലും LPGയും എത്താതെയായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു LPG പ്രതിസന്ധിയിലേക്ക് തന്നെ പോയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കപ്പെട്ടത് കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ നല്ലൊരു ശതമാനം റഷ്യയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആയതു കാരണം വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി ഇന്ത്യക്കുണ്ടായില്ല. പക്ഷേ ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ 85% ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ഉടലെടുത്തു. എന്നാൽ ഇറാൻ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങളെ സൗഹൃദ രാജ്യങ്ങളായി പ്രഖ്യാപിക്കുകയും ഇന്ത്യയുടേതടക്കമുള്ള കപ്പലുകൾ ഹോർമൂസ് വഴി കടത്തിവിടുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ പ്രതിസന്ധി ഹോർമൂസ് കടലിടുക്കിൽ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ശക്തമായ ആക്രമണം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്. ചർച്ചകൾക്ക് പാകിസ്ഥാൻ മധ്യസ്ഥം വഹിക്കുകയാണ്. ആദ്യഘട്ട ചർച്ചകൾ ഏപ്രിൽ 11-നും 12-നുമായി നടന്നു. ഈ ചർച്ച അലസിപ്പിരിഞ്ഞു. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്കോ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇറാനോ സ്വീകാര്യമായിരുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ നിർമ്മിക്കരുത് എന്ന പിടിവാശിയിലാണ്. ഇത്രയും നാളത്തെ ആക്രമണത്തിൽ ഒട്ടനവധി സൈനിക ലക്ഷ്യങ്ങൾ നേടാൻ അമേരിക്കയ്ക്ക് സാധിച്ചുവെങ്കിലും അമേരിക്കയുടെ പരമപ്രധാനമായ സൈനിക ലക്ഷ്യങ്ങൾ ഇനിയും നേടാൻ സാധിച്ചിട്ടില്ല. അയത്തുള്ള ഖമേനി വധിക്കപ്പെട്ടുവെങ്കിലും ഇറാനിൽ ഒരു ഭരണമാറ്റം നടപ്പിൽ വരുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ഇറാനിൽ ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി അവിടെ ഒരു ആഭ്യന്തര പ്രക്ഷോഭം ഉടലെടുത്തിരുന്നുവെങ്കിലും അത് ഭരണമാറ്റത്തിലേക്ക് എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല.
മാത്രമല്ല ഇറാൻ്റെ ആണവായുധങ്ങൾ പിടിച്ചെടുക്കുക, ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിട്ടും ഇറാൻ്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. മാത്രമല്ല സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് അമേരിക്കയിലേക്ക് മാറ്റണം എന്ന ആവശ്യം നടപ്പിലാക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ഇപ്പോൾ ആക്രമണം നടക്കുന്നില്ല എങ്കിലും അമേരിക്ക ഇറാൻ്റെ തുറമുഖങ്ങളെ ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് ഒരു കപ്പലിനും പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇറാനിലേക്ക് കപ്പലുകൾക്കൊന്നും പോകാനും കഴിയില്ല. ഇങ്ങനെ ഒരു ഉപരോധമാണ് അമേരിക്ക ഇപ്പോൾ പയറ്റുന്നത്. ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. ഇറാൻ്റെ സാമ്പത്തിക ഘടന ഇല്ലാതാക്കുക, ഇറാനെ സാമ്പത്തികമായി നട്ടലൊടിക്കുക, ഇതാണ് ഈ ഉപരോധത്തിൻ്റെ ലക്ഷ്യം. കാരണം ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എണ്ണ വിൽപ്പനയാണ്. ഇറാൻ്റെ എണ്ണയുടെ 90% ഹോർമൂസ് കടലിടുക്കിലൂടെ ചൈനയിലേക്കാണ് പോകുന്നത്. ചൈന ഈ അസംസ്കൃത എണ്ണ റിഫൈൻ ചെയ്ത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നു. ഈ വരുമാന മാർഗമാണ് അമേരിക്ക ഇപ്പോൾ അടച്ചിരിക്കുന്നത്. കനത്ത ആക്രമണം നടത്തുന്നതിനേക്കാൾ വലിയ പ്രയോജനം അമേരിക്കയ്ക്ക് ഇതുകൊണ്ടുണ്ടാകുന്നു എന്നിപ്പോൾ അമേരിക്ക കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും ഈ അമേരിക്ക ഇപ്പോൾ അത് അംഗീകരിച്ചിട്ടില്ല. ആണവായുധം നിർമ്മിക്കാനുള്ള ഒരു അധികാരവും ഇറാന് നൽകില്ല എന്ന പിടിവാശിയിലാണ്. മാത്രമല്ല ഇറാൻ പറയുന്നതാകട്ടെ, ഹോർമൂസ് കടലിടുക്കിൽ ഞങ്ങൾക്ക് അധികാരം വേണം, ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഞങ്ങൾക്ക് അധികാരമുണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാഷ്ട്രത്തെ തകർത്തെറിഞ്ഞ ഈ ആക്രമണത്തിന് അമേരിക്ക നഷ്ടപരിഹാരം തരികയും വേണം. ഈ ആവശ്യങ്ങളാണ് ഇറാൻ ഉന്നയിക്കുന്നത്. പാകിസ്ഥാനിൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെങ്കിലും ആ ചർച്ചകൾ നടന്നില്ല. ഉപരോധം പിൻവലിക്കാതെ ഒരു കാരണവശാലും ചർച്ചാ മേശയ്ക്കരികിലേക്ക് വരില്ല എന്ന് ഇറാൻ പ്രതിനിധി സംഘം അറിയിച്ചു. പക്ഷേ ഉപരോധം അമേരിക്ക കടുപ്പിച്ചതോടുകൂടി നേരിട്ടല്ലെങ്കിലും ചർച്ച നടത്താൻ ഇറാൻ തയ്യാറായി. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തി. അവർ അമേരിക്കയുമായി സംസാരിച്ചില്ല. പകരം യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന് കൈമാറി. പാകിസ്ഥാനാണ് ഇത് അമേരിക്കയെ അറിയിച്ചത്. അവിടെ നിന്നും സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ആ സമയം പാകിസ്ഥാനിലേക്ക് പുറപ്പെടാനിരിക്കുകയായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുകൊണ്ട് ആ സംഘത്തിൻ്റെ യാത്ര റദ്ദാക്കി. കാരണം സമാധാനത്തിന് വേണ്ടി ഇറാൻ ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഇറാൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അതൊരു കാരണവശാലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സമയമില്ല ഞങ്ങൾക്ക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാമെന്നും ചർച്ച സമാധാനപരമായി പൂർത്തിയാകാതെ ഒരു കാരണവശാലും ഉപരോധം പിൻവലിക്കില്ല എന്നും പ്രഖ്യാപിച്ച് അമേരിക്ക സ്വന്തം കാര്യം നോക്കുകയാണ് ഇപ്പോൾ. എന്തായാലും വലിയ സേനാവിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ അവിടെ നടത്തിയിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ നടത്തിയിരിക്കുന്നത്. 12ഓളം പടക്കപ്പലുകളും 100 കണക്കിന് യുദ്ധവിമാനങ്ങളും 10,000-ഓളം നാവികസേനാ അംഗങ്ങളും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന് ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ഒന്നും തിരിച്ചു ചെയ്യാൻ ഇറാന് കഴിയുന്നില്ല. പക്ഷേ ഇറാൻ ആദ്യ ദിവസങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും അതിൽ നിന്ന് പിന്നീട് പിന്മാറുകയായിരുന്നു. കാരണം വെടിനിർത്തൽ കരാർ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ സംഘർഷം നടക്കുന്നില്ലെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി വലിയ രീതിയിലുള്ള ക്രൂഡ് ഓയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അതേസമയം അമേരിക്കയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് ഇപ്പോഴും മനസ്സില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കനത്ത നാശനഷ്ടം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഇറാൻ ഇപ്പോഴും പോരാട്ടം തുടരുകയാണ്. കാരണം ഇറാൻ്റെ മിസൈൽ ശേഖരത്തെ നശിപ്പിക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഇറാൻ്റെ മിസൈൽ ലോഞ്ചറുകൾ മുഴുവൻ നശിപ്പിച്ചു എന്ന് അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴും അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഇറാൻ ഗൾഫ് മേഖലകളിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാൻ്റെ മിസൈൽ സംവിധാനങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയൊരു റിപ്പോർട്ട് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന് നൽകിയിട്ടുമുണ്ട്. റഷ്യ കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇറാന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യമിടാൻ ഇപ്പോൾ ഇറാന് സാധിക്കുന്നു. മാത്രമല്ല മിസൈൽ നിർമ്മിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും ചൈന എത്തിച്ചു നൽകുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്ക പിടിച്ചെടുത്ത ഒരു കപ്പലിൽ മിസൈൽ നിർമ്മിക്കാനുള്ള രാസവസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഇത് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു. അതായത് ഈ യുദ്ധം ഈ ഇടക്കാലത്തെങ്ങും അവസാനിപ്പിക്കാൻ ഇറാന് പദ്ധതിയില്ല എന്നാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും
എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നേരിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്നില്ലെങ്കിലും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാനുമായും തുർക്കിയുമായും മറ്റു ചില രാജ്യങ്ങളുമായിട്ടുമൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി റഷ്യയുടെ ഇടപെടലുമുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയേക്കും. റഷ്യ ഇറാന് നൽകുന്ന ഉപദേശം എന്താകും എന്നറിയാനാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. റഷ്യയുടെ ഇടപെടൽ സമാധാനത്തിലേക്കോ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും വലിയ പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ ഇപ്പോഴുമുണ്ട്. സംഘർഷം നടക്കുന്നില്ലെങ്കിലും സംഘർഷം പുനരാരംഭിക്കാതിരിക്കാനും സമാധാന ചർച്ചകളും അതുപോലെ തന്നെ വെടിനിർത്തലും നീട്ടിക്കൊണ്ടുപോകാനുമാണ് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്.